ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മൈഫ്രോക്സിൽ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഈസിയായ ഒരു പായസം, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ്. പായസമാണ് കാണിക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു പായസം പോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും കഴിക്കാനും ഇഷ്ടമുണ്ടാവും, വളരെയധികം ആരോഗ്യപ്രദവുമാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കുമൊക്കെ ഇഷ്ടപ്പെടുന്ന, നമുക്കും കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. ഏറ്റവും പ്രത്യേകത, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാലൊന്നും ചേർത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ല ഇതിനകത്തുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇത് നുറുക്കുകോതമ്പാണ്, സൂചി ഗോതമ്പല്ല, നുറുക്കുകോതമ്പാണിത്. പിന്നെ ഇത് കടലപ്പരിപ്പാണ്. നമ്മൾ പായസം വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പാണിത്, കടലപ്പരിപ്പ്. ഇത് ചെറുപയർ. പിന്നെ ഇത് നമ്മുടെ അടയാണ്, അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന അടയാണ്. പാലടയുടെ അടയല്ല, ഇത്തിരി വലിയ അടയാണിത്. ഇതെല്ലാം ഞാൻ 50 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ ഒരു 200 ഗ്രാം, ഏകദേശം 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം അധികം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി എടുക്കാം. പിന്നെ കിസ്മിസും കാഷ്നട്ടും ഏലക്കയുമാണ്. നെയ്യുമുണ്ട്. ഇത് നെയ്യിൽ അവസാനം നെയ്യിൽ വറുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഇതില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ നല്ല വിളഞ്ഞ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ടാലും മതി. അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഈ സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ ആ സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ അരിഞ്ഞ് വറുത്തിട്ടാലും മതി. പിന്നെ വേണ്ടത് 1 കവർ പാലാണ്. നമ്മുടെ മിൽമയുടെയൊക്കെ പാല്, 1 കവർ പാലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഈ 4 സാധനങ്ങൾ കൂടി, ഇത്രയും 4 സാധനങ്ങൾ കൂടി കഴുകി ഒരു കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. വേവിക്കുന്നതിന് ഇതിൻ്റെ മീതയും ഒരല്പം കൂടി നിൽക്കുന്ന വെള്ളം ഒഴിക്കുക. ഏകദേശം ഇതുപോലെയുള്ള ബൗളിന് ഒരു 4 ബൗൾ വെള്ളം ഒഴിക്കുക. എന്നിട്ടൊരു 3 വിസിലടിക്കുന്നത് വരെ വേവിക്കുക. 3 വിസിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. മിക്കവാറും നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ കടലപ്പരിപ്പിൻ്റെ വേവ്, ഇപ്പോൾ ഇത്തിരി പഴകിയ കടലപ്പരിപ്പാണെങ്കിൽ വേവ് കൂടുതലായിരിക്കും. അല്ലാണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും നന്നായിട്ട് വെന്ത് കിട്ടും 3 വിസിലിൽ തന്നെ. ഞാൻ ഈ 4 സാധനങ്ങളും കൂടി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. 4 ഒന്നിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മീതെ നിൽക്കും 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒരു ചരുവത്തിലേക്കാക്കിയിട്ട് പാനിയാക്കി വെക്കാം. ലേശം വെള്ളം ഒഴിച്ച് ഇതിനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് പാനിയാക്കുക. ഈ സമയം കൊണ്ട് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനെ പാനിയാക്കുകയും ചെയ്യാം. ശർക്കര പാനിയാകുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചെറുതായിട്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടുക്കി പിടിക്കാനോ മറ്റോ സാധ്യതയുണ്ട്. അതുപോലെ ശർക്കരയ്ക്ക് അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കുകയും വേണം. ഇതിപ്പോൾ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലപ്പരിപ്പ് വെന്തോന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 വിസിലും കൂടി കൊടുക്കുക. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്. ഒരു ഹാഫ് ഫ്ലെയിമിലിട്ട് ഇത് 3 വിസിൽ വരാൻ പാടുള്ളൂ. കാര്യം ഫുൾ ഫ്ലെയിം വെച്ചാൽ പെട്ടെന്ന് വിസിൽ വന്നാൽ ഇത് വേവാതെ കിടക്കും. അതുകൊണ്ട് പകുതി ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇനി നമുക്ക് ശർക്കര പാനിയാക്കിയത് ഇവിടെയുണ്ട് പാത്രത്തിൽ. ഇത് നല്ല തിക്കായിട്ടില്ല, നല്ല തിക്കാക്കരുത്, ഒരു ലേശം തിക്കായ പരുവത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഈ ശർക്കര പാനിയിലേക്ക് ഇടുകയാണ്. ഇതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം മധുരമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നല്ല തിക്കാകുന്നിടം, സാമാന്യം നല്ല കൊഴുപ്പായിട്ട് തിക്കാകുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ നുറുക്കുകോതമ്പ് ഒരു കാരണവശാലും കൂടി പോകരുത്. ബാക്കി എല്ലാ സാധനങ്ങളും ഇത്തിരീശ കൂടിയാലും കുഴപ്പമില്ല. നുറുക്കുകോതമ്പ് കൂടിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും ഈക്വലായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാര്യം ഇല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് ഒരു അരമണിക്കൂറിനുള്ളിൽ നല്ലൊരു പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ തേങ്ങാപ്പാൽ പിഴിയുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ പിഴിയുക, അതൊക്കെ ഓർത്ത് നമ്മളത് വേണ്ടാന്ന് വെക്കും, മടി വിചാരിച്ചിട്ട്. ഇത് നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന പാൽ തന്നെ യൂസ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടിയോ അങ്ങനെയുള്ള മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചും ഇതുണ്ടാക്കാൻ പറ്റും. ഇതിങ്ങനെ സാമാന്യം തിക്കാവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷമാണ് നമ്മൾ പാല് ചേർക്കുന്നത്. കാരണം നേരത്തെ പാല് ചേർത്താൽ ശർക്കര ആയതുകൊണ്ട് ഇത് പിരിഞ്ഞു പോകും, പാല് പിരിഞ്ഞു പോകും. ശർക്കരയും പാലും കൂടി കിടന്ന് ഒത്തിരി തിളച്ചാൽ
നമ്മൾ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു തിള വന്ന് വാങ്ങി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാമാന്യം തിക്കായിട്ടുണ്ട്. നമുക്കിനി പാല് ചേർക്കാം. ഞാനിവിടെ കവർ പാലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 200 ml പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് തീ അല്പം കൂടി കൂട്ടി വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ കാഷ്നട്ടും കിസ്മിസും ഏലക്കാപ്പൊടിയും ഒക്കെ കൂടി ചേർത്തിട്ട് വാങ്ങി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കാഷ്നട്ടും കിസ്മിസും ഇട്ടു. ഇത് നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാവുന്ന രീതിയിലായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. തന്നെയുമല്ല നല്ല ഹെൽത്തിയുമാണ്. ഇപ്പോൾ ചെറുപയർ മാത്രമായിട്ടൊക്കെ പുഴുങ്ങി കൊടുത്താൽ കുട്ടികൾ ഒരിക്കലും അത് കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ പായസമായി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളത് കഴിക്കുകയും ചെയ്യും. വലിയ ആൾക്കാർക്കും നല്ലത് തന്നെയാണ്. നല്ല ഹെൽത്തി ഫുഡാണ്. അതുകൂടാതെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. വൈകിട്ട് 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.